തൃശൂർ പുത്തൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മെഡിക്കൽ റെപ്രസെന്റേറ്റീവിന്റെ മരണം കൊലപാതകം. തമിഴ്നാട് മധുര സ്വദേശി സെൽവകുമാറാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ സുഹൃത്തുക്കളായ രണ്ടുപേരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, മരിച്ച നിലയിൽ കണ്ടെത്തിയ മെഡിക്കൽ റെപ്രസെന്റേറ്റീവിന്റെ മരണമാണ് ഇപ്പോൾ കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഇക്കഴിഞ്ഞ 22-ന്, അതായത് 2 ദിവസം മുൻപ് ആണ് ഇത്തരത്തിൽ സെൽവകുമാർ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുത്തൂർ നമ്പ്യാർ റോഡിലെ ശാന്തിനഗർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വീട്ടിലെ ഹാളിലാണ് ഈ സെൽവകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് ഒല്ലൂർ പോലീസ് ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിലാണ് ഇത്തരത്തിൽ സെൽവകുമാർ ക്രൂരമായി മർദ്ദനമേറ്റാണ് കൊല്ലപ്പെട്ടതെന്നുള്ള വിവരം ലഭിച്ചത്. സെൽവകുമാറിന്റെ വാരിയെല്ലുകൾ തകർന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ വാരിയെല്ലുകൾ തകർന്നതോടെ ആന്തരിക അവയവങ്ങൾക്കും തകർച്ച ഉണ്ടായി. ഇതാണ് ഇത്തരത്തിൽ സെൽവകുമാറിന്റെ മരണത്തിന് കാരണമായിരുന്ന വിവരം പോസ്റ്റ്മോർട്ടം ചെയ്ത സർജൻ പോലീസിനെ അറിയിച്ചു. ഇതോടെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ഈ അന്വേഷണത്തിലാണ് ഇയാളുടെ സുഹൃത്തുക്കളായ 2 പേരെ ഒല്ലൂർ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പുത്തൂർ സ്വദേശിയായിട്ടുള്ള ലിംസൺ, അതുപോലെ വരടിയം സ്വദേശിയായിട്ടുള്ള ബിനു എന്നിവരാണ് അറസ്റ്റിലായത്. ഈ സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ മരിച്ച ദിവസം ഈ ബിനുവും അതുപോലെ തന്നെ ലിംസനും സെൽവകുമാറും ചേർന്ന് മദ്യപിച്ചിരുന്നു. മദ്യപാനത്തിനിടെ തർക്കമുണ്ടായി. ഈ തർക്കത്തിനൊടുവിൽ ഇരുവരും ചേർന്ന് സെൽവകുമാറിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഈ മർദ്ദനത്തിന്റെ ആഘാതത്തിലാണ് സെൽവകുമാർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചത്. സംഭവത്തിന് ശേഷം ഇരുവരും അവിടെ നിന്നും കടന്നു കളഞ്ഞു. തുടർന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം, ചവിട്ടി ഉൾപ്പെടെ കൊലപ്പെടുത്തിയതാണെന്നുള്ള ഒരു വിവരം ലഭിച്ചിട്ടുള്ളത്. വാരിയലുകൾക്ക് ഉൾപ്പെടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാരിയലുകൾ തകർന്നിട്ടുണ്ട്. ആന്തരിക അവയവങ്ങൾക്ക് തകർച്ച സംഭവിച്ചിട്ടുണ്ട്. ഇതോടെയാണ് പോലീസ് ഇതൊരു കൊലപാതകം എന്ന രീതിയിലുള്ള അന്വേഷണം. ഈ അന്വേഷണത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ വെളിവായത്. മൂവരും ചേർന്ന് മദ്യപിച്ചു, തർക്കമുണ്ടായി. തർക്കത്തിന് ശേഷം ഇരുവരും ചേർന്ന് സെൽവകുമാറിനെ ക്രൂരമായി മർദ്ദിച്ചു. ഈ മർദ്ദനമാണ് സെൽവകുമാറിന്റെ മരണത്തിന് കാരണമായതെന്ന് പോലീസ് കണ്ടെത്തുകയും ഇരുവരെയും ഒല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്തപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ച സെൽവകുമാർ കഴിഞ്ഞ 5 വർഷമായി ഈ സ്ഥലത്ത് താമസിച്ചു വരികയാണ്. ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി ജോലി ചെയ്തു വരികയാണ്. തമിഴ്നാട് മധുര സ്വദേശിയാണ്. 50 വയസ്സുകാരനാണ്. ഇയാളെയാണ് ഇത്തരത്തിൽ സുഹൃത്തുക്കൾ തന്നെ മദ്യപാനത്തിന്റെ തർക്കം മൂലം മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ സുഹൃത്തുക്കളായ 2 പേരെയാണ് ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റാരെങ്കിലും ഈ ഒരു കൊലപാതകത്തിന് പിന്നിലുണ്ടോ? അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അത്തരമൊരു വിവരമൊന്നും പോലീസ് ഇപ്പോൾ നൽകുന്നില്ല. പോലീസ് പറയുന്നത് ഈ 3 പേരും ചേർന്നായിരുന്നു മദ്യപിച്ചിരുന്നത്. ഈ 3 പേരും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നൽകുന്നത്. എന്തായാലും കൂടുതൽ ആളുകൾ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ പോലീസ് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. നിലവിൽ അത്തരത്തിൽ മറ്റൊരു ആളുടെ പേരുകളിലേക്ക് അല്ലെങ്കിൽ മറ്റു നാലാമതൊരാളെ കുറിച്ചൊന്നും ഇതുവരെ വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല. എന്തായാലും ഇവർ 3 പേരും ചേർന്നാണ് മദ്യപിച്ചതെന്നാണ് പോലീസ് പറഞ്ഞത്. അതനുസരിച്ചാണ് ഇപ്പോൾ ഇരുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇവരെയും കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതിനുശേഷം തെളിവെടുപ്പ് അതിന് മുന്നേ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള വ്യക്തതയൊന്നും ഇപ്പോൾ ലഭിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഇരുവരുടെയും അറസ്റ്റ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആന്റണിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.